അല്ലയോ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്നവണ്ണം സൂക്ഷിക്കണം. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകുവാൻ വേണ്ടി പാടില്ല. സ്വന്തം ജീവിതത്തിന്റെ എല്ലാ നേരങ്ങളിലും നമ്മൾ കച്ചവടക്കാരായിരിക്കാം, നമ്മൾ കർഷകരായിരിക്കാം, നമ്മൾ അധ്യാപകരായിരിക്കാം, നമ്മൾ വിദ്യാർത്ഥികളായിരിക്കാം, നമ്മൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ മണ്ഡലങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. ഇവിടങ്ങളിലൊക്കെയും നമ്മുടെ കൈമുതലായിക്കൊണ്ട് ഉണ്ടാവേണ്ടുന്ന ആയുധം തഖ്വയാണെന്നാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്താ? തുടർന്ന് അല്ലാഹു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു സംഘം ഉയർത്തെഴുന്നേറ്റ് വരണം. അവരെന്ത് ചെയ്യണം? അവർ യഅ്മുറൂന ബിൽ മഅറൂഫി, നന്മകൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ തടഞ്ഞുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, നന്മകൾ കെട്ടിപ്പോവുകയും തിന്മയുടെ പെരുപ്പവും ആധിക്യവും വർദ്ധിക്കുകയും ചെയ്യുന്ന കാലത്ത് ഞാൻ നന്മയുടെ കൂടെയുണ്ട്, ഞാൻ തിന്മയുടെ കൂടെയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാൽ മാത്രം പോരാ. നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാളികളായി മാറാൻ, തിന്മയ്ക്കെതിരെ പടപെടുന്ന ശക്തരായ യോദ്ധാക്കളായി മാറാൻ പ്രിയമുള്ളവരെ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് ഈദ്ഗാഹുകൾ വിട്ടു പോകാവൂ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന സർവാത്മനാ സമർപ്പിതനായി റബ്ബിന്റെ മുമ്പിലേക്കെല്ലാം ബലി കൊടുക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആ പ്രവാചകനും ആ പ്രവാചകന്റെ കുടുംബവും പ്രിയമുള്ളവരെ നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മൾ ഓർത്തു വെക്കണം. ഇബ്രാഹിം ഏകനായിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മൾ ഓർമ്മിക്കുന്നു. എങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ കുടുംബം ഇബ്രാഹിം നബിയുടെ വഴിയിലേക്ക് വന്നത് എന്ന് പിതാക്കന്മാർ ആലോചിക്കണം, മാതാക്കൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലേക്ക് ആലോചനകൾ നടത്തുമ്പോൾ നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആലോചനയിൽ, ചെറുപ്പക്കാരെ കുറിച്ചുള്ള ആലോചനയിൽ ഒരുപാട് വേവലാതികളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളുടെയും മുമ്പിൽ നിൽക്കുന്ന ആരായിരുന്നാലും പ്രിയമുള്ളവരെ, ആ മക്കളൊന്നും ഒരു സുപ്രഭാതത്തില് ആകാശ ഭൂമിയിലേക്ക് പൊട്ടിവീണവരല്ല. ഭൂമിയിൽ നിന്നും ഒരു സുപ്രഭാതത്തില് മുളച്ചു പൊന്തിയവരല്ല. ഏതോ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ പിറന്ന് മാതാവിന്റെ മടിത്തട്ടിലൂടെ മാതാവിന്റെ താരാട്ടുപാട്ടുകൾ കേട്ടുകൊണ്ട് ഉപ്പയുടെ കൈപിടിച്ചുകൊണ്ട് നടന്നുപോയ കുഞ്ഞു തന്നെയാണ് അക്രമിയായി മാറുന്നത്, തോന്നിവാസിയായി മാറുന്നത്. എവിടെയാണ് പിതാക്കന്മാർക്ക് പിഴക്കുന്നത്? എവിടെയാണ് മാതാക്കൾക്ക് പിഴക്കുന്നത്? ഈ താരാട്ടുപാട്ടിന്റെ കൂടെ കൊടുക്കേണ്ടുന്ന ഒന്നുണ്ടായിരുന്നു. അത് ഇസ്ലാമികമായ ആദർശമായിരുന്നു. ഈ താരാട്ടുപാട്ടിന്റെ കൂടെ കൊടുക്കുന്ന ഒരു കളിപ്പാട്ടത്തിന്റെ കൂടെ ഉപ്പ കൊടുക്കേണ്ടുന്ന ഒന്നുണ്ടായിരുന്നു. കൊടുക്കേണ്ടുന്ന ഒരു മധുര പലഹാരത്തിന്റെ കൂടെ പിതാക്കന്മാരെ മക്കളിലേക്ക് കൊടുക്കേണ്ടുന്ന ഒന്നുണ്ടായിരുന്നു. അത് ഇസ്ലാമിന്റെ ആദർശമായിരുന്നു. ഈ ആദർശം കൈമാറുവാൻ മാതാക്കൾക്ക് കഴിയാതെ വന്നാൽ, ഈ ആദർശം കൈമാറുവാൻ ഉപ്പമാർക്ക് കഴിയാതെ വന്നാൽ പ്രിയമുള്ളവരെ, നാട്ടിൽ അക്രമികൾ പെരുകും. അങ്ങനെ കഴിഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ ഉണ്ടായതുപോലെ, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായതുപോലെ നല്ല മക്കൾ ഉണ്ടാവും. മുസ്ലിം സമുദായം വസിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, എന്റെ ഉപ്പ മരിക്കുമ്പോ ഇന്ന വസിയത്തുണ്ടായിരുന്നു, ഇന്ന ആള് മരിക്കുമ്പോ ഇന്ന വസിയത്തുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വസിയത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട വസിയത്ത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വസിയത്തായിരുന്നു. ആ വസിയത്ത് സ്വന്തം മക്കളോട് മാത്രമായിരുന്നില്ല, തലമുറകളിലൂടെ കടന്നു വരുന്ന എന്നോടും നിങ്ങളോടുമാണ്. ഇബ്രാഹിം ബനിഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്താ വസിയത്ത്? എന്റെ കുഞ്ഞുമക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ദീനുൽ ഇസ്ലാമിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിയും വെളിച്ചവുമായിട്ട് തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നു. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടില്ലാതെ മരിച്ചു പോകാൻ വേണ്ടി പാടില്ല. അള്ളാഹുവിന്റെ ദീൻ സകല പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ട് ഒരു ഉപ്പയ്ക്ക് മകന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി കഴിയുമ്പോ, മോനെ, നിന്റെ ജീവിതത്തിലെ കുടുംബഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നീ സാംസ്കാരിക മേഖലയിൽ പണിയെടുക്കുമ്പോ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകും മോനെ. അവിടെയൊന്നും ദീൻ കൈവിടാൻ പാടില്ല എന്ന് ഒരു ഉപ്പയും ഒരു ഉമ്മയും മോന് വസിയത്തായി കൊടുക്കുമ്പോ, മരിക്കുന്നെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന വസിയത്ത് കൊടുക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കള് നന്നായിട്ട് വരും. നല്ലൊരു തലമുറയായി മുസ്ലിം തലമുറ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇബ്രാഹിം കുടുംബത്തെ ഓർക്കുന്ന വേളയിൽ ആ പ്രവാചകന്റെ വസിയത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം ഇന്നലകളിൽ കഴിഞ്ഞ
അറഫയുടെ സന്ദേശമാണ്. അറഫയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന സന്ദേശം. കറുത്തവനെന്നോ വെളുത്തവനെന്നോ അറബിയെന്നോ അനറബിയെന്നോ ജാതി തിരിച്ചുള്ള വ്യത്യാസങ്ങൾ ഏതുമില്ല. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയുന്ന കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഒന്നാമത്തെ മനുഷ്യൻ. ആദമോ മണ്ണിൽ നിന്ന്, ബാക്കി എല്ലാവരും ആദമിൽ നിന്ന് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അറഫ മൈതാനത്ത് 10,000-കണക്കിന് ആളുകളെ തടിച്ചു കൂട്ടിക്കൊണ്ട് ഹജ്ജത്തുൽ വിദാഇലെ ഖുതുബത്തുൽ വിദാഇല് നടത്തിയ പരാമർശം അറഫയുടെ സന്ദേശമാണ്, ബലിപെരുന്നാളിന്റെ സന്ദേശമാണ് എന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. മനുഷ്യന്മാരെ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് തട്ടുകളാക്കി തിരിച്ച് കറുത്തവനെന്ന് പറഞ്ഞ്, വെളുത്തവനെന്ന് പറഞ്ഞ്, പണമുള്ളവനെന്ന് പറഞ്ഞ്, ഇല്ലാത്തവനെന്ന് പറഞ്ഞ്, വിദ്യാഭ്യാസമുള്ളവനെന്ന് പറഞ്ഞ്, ഇല്ലാത്തവനെന്ന് പറഞ്ഞ് വിവിധങ്ങളായ വേർതിരിക്കലുകൾ സമൂഹത്തിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീർപ്പിന്റെ വല്യ പോലെ ഈ മനുഷ്യന്മാരെല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്ന, മനുഷ്യന്മാരെ ഒന്നായി കാണുന്ന ഈ മാനവികതയുടെ സന്ദേശം പ്രിയമുള്ളവരെ ബലിപെരുന്നാളിന്റെ നാളിൽ ലോകത്തിൽ നമ്മൾ കൈമാറണം. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമസ്കാരത്തിൽ നമ്മൾ സലാം കിട്ടിയല്ലോ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് നമ്മൾ 2 ഭാഗങ്ങളിലേക്കായിട്ട് സലാം വീട്ടി. ഈ സലാം വീട്ടിയതിന്റെ പൊരുളിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലത്തേക്ക് പറഞ്ഞപ്പോ എന്റെ വലത് ഭാഗത്തുള്ള ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ മുഴുവൻ മനുഷ്യന്മാർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ്. ഇടതുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞപ്പോ എന്റെ ഇടതുഭാഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ മനുഷ്യ മക്കൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് സലാം വിട്ടുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറഞ്ഞത് എന്ന് പ്രിയമുള്ളവരെ പണ്ഡിതന്മാരെ സൂചിപ്പിക്കുകയാ. ഇവിടെ മനുഷ്യരെ കത്തിച്ചുകൊണ്ട് കാണുക ഒരു വിശ്വാസിക്ക് സാധ്യമേയല്ല. ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ, വർഗീയതയുടെ, തീവ്രതയുടെ എല്ലാ ആരോപണങ്ങളും ഇസ്ലാമിനോടുള്ള കിറവ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ആരോപണങ്ങളാണ്. ഇസ്ലാമിന് ടെക്സ്റ്റ് വെച്ചിട്ട് ഇസ്ലാം തീവ്രതയാണെന്ന് തെളിയിക്കുക സാധ്യമല്ല. ഇസ്ലാം സാമുദായികതയാണെന്ന് തെളിയിക്കുക സാധ്യമല്ല. ഇസ്ലാം വർഗീയതയാണെന്ന് തെളിയിക്കുക സാധ്യമല്ല. കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും കയറിക്കൊണ്ട് ഇസ്ലാം സാമുദായികതയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇസ്ലാം വർഗീയതയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ശാസന വിശ്വാസിയല്ലാത്തവന്റെ തലയെടുക്കാനാണെന്ന് ആരെങ്കിലും കണ്ടെത്തുന്നുവെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അവർക്കൊരു ചുക്കും മനസ്സിലായിട്ടില്ല, ഇസ്ലാമിന്റെ ടെക്സ്റ്റുകളെ കുറിച്ച് അവരൊരു പഠനവും നടത്തിയിട്ടില്ല എന്ന് മാത്രമേ പ്രിയമുള്ളവരെ ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളൂ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, ഈദുഗാഹിലേക്ക് വരുമ്പോ ഒരു വഴിയിലൂടെ കടന്നു വരണം, ഈദുഗാഹ് വിട്ടു പോകുമ്പോ വേറെ വഴിയിലൂടെ കടന്നു പോകണം. എന്തിനു വേണ്ടിയാ? ഒരുപാട് മനുഷ്യന്മാരെ കണ്ടുമുട്ടും. ആ മനുഷ്യന്മാരിലേക്കൊക്കെയും ഈ മാനവികതയുടെ സന്ദേശം കൈമാറണം, മാനുഷികത്തിന്റെ സന്ദേശം കൈമാറേണ്ടതുണ്ട്. ഈ ദീനുൽ ഇസ്ലാമിന്റെ സന്തോഷം അവരെയും അറിയിക്കുവാൻ വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം സൂചിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച്. ഈ ബലിപെരുന്നാളിന്റെ സുദിനത്തില് മാനുഷിക ബന്ധങ്ങൾ എവിടെ നിൽക്കുന്നു? അവിടെ നിങ്ങോട്ട് വന്നിട്ട് വിശ്വാസിയും തമ്മിലുള്ള ബന്ധങ്ങൾ എവിടെയാ? പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാനി യസുദ്ദു ബഅദുഹു ബഅദാ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് എടുപ്പ് പോലെയാകുന്നു. അതിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദി ഇദസ്തകാ മിൻഹു ഉളുബുൻ തദാഅ ലഹു സായിറു ജസദി ബിസ്സഹരി വൽ ഹുമാ. അനുകമ്പയുടെ കാര്യത്തില്, കാരുണ്യത്തിന്റെ കാര്യത്തില്, സാഹോദര്യത്തിന്റെ കാര്യത്തില് വിശ്വാസികളെല്ലാവരും ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് വല്ല വേദനയും ഉണ്ടായാൽ ഉറക്കമൊഴിച്ച് പണിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും അതിനോടൊപ്പം ചേരുന്നു, താദാത്മ്യം പ്രാപിക്കുന്നു. എന്താ പ്രവാചകൻ പറഞ്ഞത്? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വിശ്വാസികൾ ഇങ്ങനെ മതിൽ കെട്ടുകൾ തീർത്തുകൊണ്ട് ഞാൻ ഇവന്റെ പാർട്ടിയാണ്, ഞാൻ അവന്റെ പാർട്ടിയാണ്, അവനോട് മിണ്ടിക്കൂടാ, അവനോട് സലാം പറഞ്ഞുകൂടാ, അവന്റെ മയ്യത്ത് കണ്ടുകൂടാ, അവന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൂടാ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മൾ ആരെ
കണ്ട് കളിക്കുകയാ. നമ്മൾ ആരെയാണ് കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ ഇസ്ലാമിനെ ഇങ്ങനെ പൊതുവേദിയിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കലുകൾ നടത്തിയിട്ട് ഒരു ഉമ്മത്തിന്റെ അനുയായികൾ തന്നെ കടിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബിൽഡിങ്ങിന്റെ ഓരോ ഇഷ്ടികയും അതിനെ ശക്തിപ്പെടുത്തുന്ന വിഷയത്തിൽ തുല്യമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കാൻ ഖുർആൻ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഈ ചർച്ചയെ കുറിച്ച് പുറമേ നോക്കുമ്പോ നല്ലൊരു ബിൽഡിംഗ് പോലെ എടുപ്പ് പോലെ കാണുവാൻ കഴിയണം. നിങ്ങൾ ആലോചിച്ചുപോ, എന്തിനാണ് നല്ല പള്ളിയുണ്ടായിരിക്കെ ആ പള്ളിയിൽ പുറത്തു വന്നിട്ട് ഈദ്ഗാഹിലാണ് പെരുന്നാൾ നമസ്കാരം ഉണ്ടാവേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മുസ്ലിം സമുദായത്തിന്റെ ഐക്യം കാണുവാൻ വേണ്ടിയാ, മുസ്ലിം ഉമ്മയുടെ ഇൽഫത്ത് കാണുവാൻ വേണ്ടിയാ, മുസ്ലിം ഉമ്മയുടെ യോജിപ്പ് കാണുവാൻ വേണ്ടിയാ. പള്ളിയിലാകുമ്പോ സഹോദരിമാരിൽ ഹൈറോയിഫാസോ ഉള്ള ആളുകൾക്ക് വരാൻ വേണ്ടി കഴിയൂല. അതുകൊണ്ട് പുറത്താകുമ്പോൾ അവർക്ക് നമസ്കാരമില്ല, കുത്തുബയിൽ പങ്കെടുക്കാം, അവർക്ക് സന്തോഷങ്ങളിൽ പങ്കെടുക്കാം. അതുകൊണ്ട് വീടിന്റെ അകത്തിരിക്കുന്ന സഹോദരിമാർ പോലും പുറത്തേക്ക് വന്നിട്ട് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങള് പുതുക്കുവാൻ വേണ്ടിയാ പ്രിയമുള്ളവരെ പള്ളി ഒഴിവാക്കിയിട്ട് ഈദ്ഗാഹിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. നമ്മളായിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയില്, വിശ്വാസികൾക്കിടയില് പാരസ്പര്യത്തിന് മതിലുകൾ തീർക്കുവാൻ പാടില്ല. കെട്ടിയുണ്ടാക്കുന്ന പാരസ്പര്യത്തിന് തടസ്സമാകുന്ന സകല മതിൽക്കെട്ടുകളും തകർത്തുകൊണ്ട് മുസ്ലിമിന്റെ ആത്മാവിലേക്ക്, അവന്റെ മനസ്സിലേക്ക്, അവന്റെ കൽപ്പുകളിലേക്ക് കയറിപ്പോകുവാൻ വേണ്ടി കഴിയണം. ആ കയറിപ്പോകുവാനുള്ള വജ്രായുധമാണ് പ്രിയമുള്ളവരെ അസ്സലാമു അലൈക്കും എന്ന സലാമ്. എന്താ സലാമിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, വിശ്വാസികളാകുന്നവരെ നിങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ പോകൂല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരെ നിങ്ങൾ ആരും വിശ്വാസികളുമാവുകയില്ല. അവല അദുല്ലുക്കും, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ അലാ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച്, ഇദാ ഫഅൽതുമൂഹു, ആ കാര്യം നിങ്ങൾ ചെയ്താൽ സഹാബത്തും നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം. കാണുമ്പോഴൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ കൈയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസിയോട് സലാം പറയുമ്പോ കേവലം കൈയിന്റെ ചേരലല്ല അവിടെ ഉണ്ടാവുന്നത്, കൽബിന്റെ ചേരലാണ്, മനസ്സിന്റെ ചേരലാണ്. എനിക്ക് തുണയായി, എനിക്ക് സഹായിയായി, എനിക്ക് താങ്ങായി ഈ വിശ്വാസികളാകുന്ന കോടാനുകോടി മുസ്ലിങ്ങളുണ്ട് എന്ന വിശ്വാസമുണ്ടല്ലോ, എന്ന പ്രതീക്ഷയുണ്ടല്ലോ. ഓരോ മുസ്ലിമിനും കൊടുക്കുന്ന ആത്മധൈര്യമുണ്ട്, ഓരോ മുസ്ലിമിനും കൊടുക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ചിന്തകളും കാഴ്ചപ്പാടുകളുമുണ്ട്. പ്രിയമുള്ളവരെ അതാ സലാമിന്റെ പൊരുള്. ഈ സലാം പകർന്നു കൊടുത്തുകൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങളെ ദൃഢമാക്കി നിർത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ വീണ്ടും ആലോചിക്കണം പ്രിയമുള്ളവരെ, എവിടെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഉള്ളത്? മാതാപിതാക്കളും മക്കളും തമ്മിൽ മിണ്ടുന്നില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുന്നില്ല, ജ്യേഷ്ഠാനുജന്മാരും തമ്മിൽ മിണ്ടുന്നില്ല. പ്രിയമുള്ളവരെ ഈദ്ഗാഹിന്റെ വേളയിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ആലോചിക്കണം, ഞാൻ എന്റെ ജ്യേഷ്ഠനോട് മിണ്ടാതിരിക്കാൻ എന്താണ് കാരണമുള്ളത്? ഞാൻ എന്റെ സഹോദരിയോട് മിണ്ടാതിരിക്കാൻ എന്താണ് കാരണമുള്ളത്? എന്റെ മോനോട്, എന്റെ മോളോട്, എന്റെ ഉപ്പയോട്, എന്റെ ഉമ്മയോട് ബന്ധം മുറിക്കുവാൻ വേണ്ടി എന്തു കാരണമാവുള്ളത്? പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് നിരന്തരമായിട്ട് ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ആ നിർദ്ദേശങ്ങളൊക്കെയും ലംഘിക്കുമ്പോഴും അള്ളാഹു പുറത്തു നൽകിയിട്ട്, നമുക്ക് മാപ്പ് നൽകിയിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മക്കള് കൊടുക്കാൻ കഴിയാതെ എന്ത് പാപമാണ് നമ്മളോട് ചെയ്തത്? സ്വന്തം മാതാപിതാക്കള് എന്ത് പാപമാണ് ചെയ്തത്? ഒരുപക്ഷെ സ്വത്ത് ഓഹരി വെക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഏറ്റവ്യത്യാസങ്ങളുടെ പേരിലായിരിക്കില്ലേ? എന്തോ കല്യാണങ്ങൾ ഉണ്ടായപ്പോ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, ആ കാരണം കൊണ്ടായിരിക്കില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞപ്പോ വാറ്റിച്ചിരി പിഴച്ചു പോയിട്ടുണ്ട്, അതിന്റെ പേരിലായിരിക്കില്ലേ? മാപ്പ് കൊടുക്കാൻ കഴിയില്ലേ സഹോദരന്മാരെ? നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ലേ സഹോദരന്മാരെ? നമുക്കത് പുറത്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ നമുക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? എന്ത് അർഹതയാ ഉള്ളത്? റബ്ബ് ചോദിക്കില്ലേ, നിസ്സാരമായിട്ടുള്ള ഈ കാരണങ്ങളുടെ പേരിൽ നീയും നിന്റെ മാതാവും പിതാക്കളും തമ്മിൽ ബന്ധം മുറിച്ചിട്ട് നീ അത് പുറത്തു കൊടുക്കുവാൻ തയ്യാറാവാതെ എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് റബ്ബ് ചോദിക്കില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ദുആകൾ വിട്ടുപോയിട്ട് ചെയ്യേണ്ടത് ഏറ്റവും സുപ്രധാനമായ ബന്ധങ്ങൾ ചേർക്കലാണ്. നമ്മൾ കടന്നു പോകണം, മിണ്ടാതെ കുടുംബങ്ങളിലേക്ക് കടന്നു പോകണം, അകലത്തിലും അടുപ്പത്തിലുമുള്ള കുടുംബങ്ങളിലേക്ക് കടന്നു പോകണം, ചർച്ചയെ ചേർത്തുകൊണ്ടിരിക്കണം. വളരെ പ്രധാനപ്പെട്ട സുന്നത്തായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ നമസ്കാരക്കാരാണ്, നമ്മൾ നോമ്പുകാരാണ്, നമ്മൾ ഹജ്ജിന് പോയിട്ടുള്ളവരാണ്, നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം ചെയ്തിട്ടും ബന്ധങ്ങളെ മുറിച്ചുകൊണ്ട്
സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ കേൾക്കണം ഹബീബിന്റെ ഒരു വർത്തമാനം. ആരാണോ കുടുംബബന്ധങ്ങളെ മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റഹീം, കുടുംബബന്ധങ്ങളെ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് കുടുംബബന്ധങ്ങളെ മുറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുക നമുക്ക് സാധ്യമല്ല എന്നുള്ള ഒരു വിചാരത്തിലേക്ക് വരാൻ വേണ്ടി കഴിയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ എന്നുള്ളത് ഐക്യപ്പെടുവാൻ വേണ്ടി കൂടിയുള്ളതാണ്. ആരോടാണ് നമുക്ക് ഐക്യപ്പെടേണ്ടത്? ഈ ഭൂമിയിലുള്ള നിർധനരായ, സാധുക്കളായ, പാവങ്ങളായിട്ടുള്ള മുഴുവൻ മനുഷ്യ മക്കളോടും നമുക്ക് ഐക്യപ്പെടുവാൻ വേണ്ടി കഴിയണം. അടിച്ചമർത്തപ്പെട്ട, മാറ്റിയൊതുക്കപ്പെട്ട, അതുപോലെ തന്നെ നിരാലംബരായിട്ട് തടവറകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സാധുക്കളായ പാവങ്ങളോട് ഐക്യപ്പെടുവാൻ വേണ്ടി നമുക്ക് കഴിയണം. നമ്മൾ ആലോചിക്കണമല്ലോ, പ്രിയമുള്ളവരെ, മുസഫർ നഗറിനെ മറന്നുകൊണ്ട് നമുക്ക് ആർക്കും തന്നെ ബലിപെരുന്നാളിൽ സന്തോഷം പങ്കുവെക്കുക സാധ്യമല്ല. മുസഫർ നഗറില് നമ്മളെ പോലെയുള്ള ഈദ് ആഘോഷിക്കുവാൻ കൊതിച്ചിരുന്ന ധാരാളം സഹോദരന്മാർ, ധാരാളം സഹോദരിമാർ, ധാരാളം പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ആക്രമിക്കപ്പെടുകയും അങ്ങനെ അവരിന്ന് ടെന്റുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ടെന്റുകളെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ പത്രത്തിൽ വരുന്നത് ആ ടെന്റുകളിൽ നിറയെ വെള്ളമാണ്. കൈ കുഞ്ഞുങ്ങളുമായിട്ട് ആ മാതാക്കളെ കാത്തിരിക്കുകയാണ് ഒന്ന് തല കായ്ക്കുവാൻ വേണ്ടി, ഈ വെള്ളം ഒന്ന് ആറിക്കിട്ടുവാൻ വേണ്ടി. എത്രയോ പ്രസവങ്ങൾ ആ ടെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാ, പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു പടം കണ്ടു. രണ്ട് മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങള് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉടയാടകൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നല്ല മുന്തിയ വിലയുള്ള ഉടയാടകളാണ് നമ്മൾ വാങ്ങിക്കൊടുത്തത്. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ആരോ കൊടുത്തിട്ടുള്ള പഴം തുണികൾക്കിടയിൽ ആ കുഞ്ഞുങ്ങളെ പരതുകയാണ്. പെരുന്നാളിൽ ധരിക്കുവാൻ എനിക്ക് പാകമാകുന്ന വല്ല വേഷവും ഇക്കൂട്ടത്തിലുണ്ടോ എന്ന് ആ മക്കളോട്, ആ മാതാപിതാക്കളോട് എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ, പെരുന്നാളിന്റെ ദിവസം കഴിക്കാൻ ഇത്തിരി മാംസം ലഭിച്ചിരുന്നുവെങ്കിൽ അത് വലിയ കാര്യമാകുമായിരുന്നുവെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പെരുന്നാളിന്റെ ആഹാര സുഭിക്ഷതയിലൂടെ, വസ്ത്ര സുഭിക്ഷതയിലൂടെയും ജനതയിലൂടെയും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ധാരാളം മുസഫർ നഗറുകളിൽ, ധാരാളം ടെന്റുകളിൽ, ധാരാളം അഭയാർത്ഥി ക്യാമ്പുകളിൽ നിർധനരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സാധുക്കളായ പാവങ്ങളായിട്ടുള്ള ആളുകളോട്, ഇരകളോട് ഐക്യപ്പെടുവാൻ വേണ്ടി കഴിയണം. അവരുടെ മോചനത്തിന് വേണ്ടി, അവരുടെ ദുരിതവാസങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും നമ്മളാലാകുന്ന വിധമുള്ള സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യണം. പെരുന്നാളുകൾ ചെലവഴിക്കുവാൻ വേണ്ടി കൂടിയുള്ള ദിനങ്ങളാണ്. ഇവിടെ വെച്ചിട്ട് മുസഫർ നഗറിലേക്കുള്ള കളക്ഷൻ എടുക്കുന്നുണ്ട്. എന്റെ സഹോദരന്മാരും സഹോദരിമാരും അതിൽ കൂടി പങ്കാളികളാകേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, മുസ്ലിങ്ങളായി എന്ന കാരണം കൊണ്ട് മാത്രം ധാരാളം ചെറുപ്പക്കാര് നമ്മുടെ രാജ്യത്ത് അവരെ കുറ്റവാളികളായി പിടിച്ചുകൊണ്ടു പോവുകയും തടവറകളിൽ ക്രൂരമായി പീഡനങ്ങളേറ്റ് കഴിച്ചുകൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കും സ്വപ്നങ്ങളുണ്ട്. മക്കളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ അവർക്കും ആഗ്രഹങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഒരു മണി പറ്റിക്കൊള്ളുവാൻ. അതേസമയം അവർ ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ പേര് മുസ്ലിമിന്റെ പേരായിപ്പോയി എന്ന കാരണം കൊണ്ട് മാത്രം അവരിന്ന് തടവറകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. ആ മുസ്ലിം ചെറുപ്പത്തോട്, ആ മുസ്ലിം യൗവനത്തോട്, ആ മുസ്ലിം സഹോദരന്മാരോട് ഐക്യപ്പെടുവാൻ വേണ്ടി നമുക്ക് കഴിയണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ മോചനത്തിന് വേണ്ടി നമ്മളാലാകുന്ന വിധം പരിശ്രമങ്ങൾ അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഈദുൽ അദ്ഹ പ്രിയമുള്ളവരെ നമ്മളോട് പറയുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, പെരുന്നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്ക് ആഘോഷിക്കുവാൻ വേണ്ടി നൽകിയതാണ്. ചെറിയ ആഘോഷങ്ങളാവാം, ആനന്ദങ്ങളാവാം, വിനോദങ്ങളാവാം. ഹബീബായ റസൂലിന്റെ വീട്ടില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കെ രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇങ്ങനെ പാട്ടുപാടാൻ വേണ്ടി ആരംഭിച്ചു. അവിടെ പ്രവാചക സന്നിധിയിലാണോ എന്നുള്ള ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദഅഉഹുമാ യാ അബൂബക്കർ ലികുല്ലി ഖൗമിൻ ഈദ് വൽയൗമു ഈദുനാ. അബൂബക്കറെ, ആ മക്കൾ പാടിക്കൊള്ളട്ടെ, അവരെ വിട്ടേക്കുക. എല്ലാ ജനതകൾക്കും പെരുന്നാളുണ്ട്, ആഘോഷമുണ്ട്. ഇന്ന് നമ്മുടെ ആഘോഷമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വിനോദിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക.
കൊടുക്കണം, ആഘോഷിക്കുവാനുള്ള സമയങ്ങൾ കൊടുക്കണം. ഈ ആഘോഷങ്ങള്, ഈ വിനോദങ്ങള് അതിര് കടക്കുവാൻ വേണ്ടി പാടില്ല. എല്ലാ ആഘോഷങ്ങളും കല്യാണങ്ങൾ പോലും അതിര് കടക്കുന്ന ഒരു കാലത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരുടെയും നിയന്ത്രണങ്ങൾ വിട്ടുകൊണ്ട് മദ്യക്കുപ്പികളില്ലാത്ത കല്യാണങ്ങൾ ഉണ്ടാവുന്നില്ല, മദ്യക്കുപ്പികളില്ലാത്ത പെരുന്നാളുകൾ ഉണ്ടാവുന്നില്ല, മദ്യക്കുപ്പികളില്ലാത്ത സൽക്കാരങ്ങൾ ഉണ്ടാവുന്നില്ല. മദ്യത്തിന്റെ കുപ്പിയൊന്ന് പൊട്ടിയെങ്കിൽ, ആ നുരയൊന്ന് പൊന്തിയെങ്കിൽ ആഘോഷമാകൂ എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തില് അതിനോട് പുറംതിരിഞ്ഞു നിന്നിട്ട് ആഘോഷിക്കാൻ എങ്ങനെയും കഴിയുമെന്ന് പ്രിയമുള്ളവരെ മാന്യമായ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ട് ബന്ധങ്ങളെ ചേർത്ത് ചെറുതായ വിനോദ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കേണ്ടതുണ്ട്. വിശിഷ്യ എന്റെ പ്രിയപ്പെട്ട യൗവനത്തിന്, ചെറുപ്പത്തിന് സാധിക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിലയിൽ വരുന്നാളുകൾ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ സന്ദേശങ്ങളെയും പ്രിയമുള്ളവരെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് മനുഷ്യ സമൂഹത്തിന് വെളിച്ചമായി മാറുവാൻ, പ്രകാശമായി മാറുവാൻ, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമായി അവർക്ക് മുമ്പിലേക്ക് കൈതിറങ്ങുവാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. ഇതാണ് ഈദിന്റെ ഊർജമായി, ഇതാണ് ഈദുഗാഹിന്റെ ഊർജമായി, ബലിപെരുന്നാളിന്റെ ഊർജമായി നമ്മളിലേക്ക് സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിം കുടുംബത്തെയും പ്രവാചകനെയും കുറിച്ച് ഓർമ്മിക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ചരിത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ചരിത്രാവതാരകനായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രങ്ങളെ പാട്ടാക്കി പാടിയ ഒരു ഗായകനുമായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിന്റെ സഖാവായിരുന്നുവെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, കുടുംബക്കാരുണ്ടാക്കിയ പ്രതിബന്ധങ്ങള്, രാജാവുണ്ടാക്കിയ പ്രതിബന്ധങ്ങള്, നാട്ടുകാരുണ്ടാക്കിയ പ്രതിബന്ധങ്ങള്. നമ്മളിങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നേരിയ തടസ്സങ്ങൾ വരുമ്പോ അവിടെ നിന്നിട്ട് ഇനി പിന്നിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോ ഇബ്രാഹിം നബിയെ കുറിച്ച് ആലോചിക്കണം. എല്ലാവരും എതിരായി നിൽക്കുമ്പോഴും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള എന്തൊരാദർശമാണോ ഉള്ളിന്റെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്നത്. ഈ ആദർശത്തിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി, ഈ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വലിയ യാത്രയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യാത്ര. പ്രിയമുള്ളവരെ നമുക്കും സഞ്ചരിക്കുവാൻ കഴിയണം. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി, എല്ലാ പ്രതിരോധങ്ങളെയും വകഞ്ഞു മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ആദർശത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി, നാം ഉദ്ദേശിക്കുന്ന ഇസ്ലാമികമായ ലക്ഷ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുന്നോട്ട് പോക്കിന്റെ, അങ്ങനെയുള്ള പുതിയ ചരിത്ര സൃഷ്ടിപ്പിന്റെ ഊർജ്ജങ്ങൾ സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോയ പോലെ സർവാത്മന എല്ലാം അല്ലാഹുവിന് സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കരുണാഭാരതി